ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിൾസ്, 4 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഹെയർ ഓപ്പൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് ഷോർട്സ് വന്നിട്ടുണ്ട്. സ്റ്റാർ ആണ് കാണുന്നത്. അപ്പോൾ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണുന്നത് ഒരു പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് കാണാം കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ആളുടെ ഉള്ളിൽ ആൾ നിങ്ങളെ അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. എവിടെയാണെങ്കിലും ആ ഒരു വ്യക്തി എവിടെയാണെങ്കിലും അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് മൊത്തം. അത്രത്തോളം സ്നേഹം ഈ ഒരു വ്യക്തിക്ക് ഉണ്ട്. നമുക്ക് കാണാം കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതുപോലെ 10 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഒരു ഫാമിലി പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത് തന്നെ. അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ കഴിഞ്ഞിരുന്നവരായിരിക്കാം. ഒരു ഹസ്ബൻഡ് വൈഫ് പോലെ ആയിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ ഉള്ള ഒരു ബന്ധം ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. എങ്ങനെയായാലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഒരു ബന്ധമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കാണാം ദി ഹെയർ ഓപ്പൻ്റാണ്. ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹം തന്നെ നിങ്ങളുമായിട്ട് ലൈഫ് ലോങ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ മാനസികമായിട്ടും ആൾ എന്നും രാത്രി കാലങ്ങളിലാണ് അവർ കൂടുതലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പൊസസീവ്നെസ്സാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ അങ്ങനെയുള്ള ചിന്തകളാണ് കൂടുതലും. ഈ വ്യക്തിക്ക് എപ്പോൾ നോക്കിയാലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിട്ടുണ്ട് ആൾ. കാരണം ആൾക്ക് എപ്പോൾ നോക്കിയാലും ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് കൂടുതലും ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് സമയത്തും അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഇവിടെ സ്റ്റാറാണ്. ഒരുപാട് മാറ്റത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ഒരു പ്രതീക്ഷ ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രമാണ്. നിങ്ങളോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം ഈ ഒരു വ്യക്തിക്കുണ്ട്. പക്ഷെ അതൊക്കെ ഈ വ്യക്തി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. ചില സാഹചര്യത്തിൽ അത് നിങ്ങളടുത്ത് പ്രകടിപ്പിക്കാത്തൊരു അവസ്ഥയിൽ കൂടിയായിരിക്കാം ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷെ ആളുടെ ഉള്ളിൽ ആൾക്കൊരു ഭയമുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വ്യക്തിക്ക് പിന്നെ അങ്ങോട്ടൊരു എല്ലാം തകർന്നൊരു അവസ്ഥയിൽ കൂടിയാണ് ആൾ നിൽക്കുന്നത്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ആൾക്ക് കൂടുതൽ ടെൻഷനാണ്, ആൾക്ക് ഉറക്കം കുറവാണ്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു മെസ്സേജോ കോളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് കാണുന്നത്. കൂടുതലായിട്ട് നോക്കാം നമുക്ക് കുറച്ച് എന്താണെന്നുള്ളത്. സെവൻ ഓഫ് ഷോർട്സ് ആണ്. അപ്പോൾ എന്തൊക്കെയോ തരത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ആയതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ തരത്തിൽ ഈ വ്യക്തി നിങ്ങളെ മറന്നതല്ല, പക്ഷെ അവർ സാഹചര്യം കൊണ്ട് അവർക്ക് നിങ്ങളിൽ നിന്നും പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തതായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ആൾ ഒഴിഞ്ഞു മാറിയതും ആയിരിക്കും കേട്ടോ. അത് കാണുന്നുണ്ട് ഇതിനകത്ത് ശരിക്കും നിങ്ങളെ തമ്മിൽ ഒരു നെഗറ്റീവ് എനർജി നല്ല രീതിയിൽ ഈ ഒരു കണക്ഷനെ ബാധിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് ഈ എംപ്രസിനെ പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അതായത് അത്രത്തോളം സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തിക്ക്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു സ്നേഹവും സന്തോഷമൊന്നും ആ വ്യക്തിക്ക് മറ്റാരിൽ നിന്ന് ഇന്നേ വരെ ലഭിച്ചിട്ടില്ലെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ് എന്നതാണ് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നം നിങ്ങൾക്കിടയിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. സാഹചര്യവശാൽ ഒരുപാട് എന്താ പറയുക, ഉത്തരവാദിത്തം തലയിൽ എടുത്തു വെച്ചതുപോലെയാണ് ആൾക്ക്. ചില നേരത്തെ ആൾ സ്നേഹം ഉണ്ടായിട്ടും അതൊന്നും പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. ചില നേരത്തെ നിങ്ങളെ ഭയങ്കര ദേഷ്യമായിരിക്കാം, ചില നേരത്തെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത്. കാരണം അവർക്ക് പലതും ആൾ ചിന്തിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ചാരിയറ്റാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആൾക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാനാവില്ല. ആൾ എന്തായാലും ശരി, ആൾക്ക് നിങ്ങളെ വേണം. നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ വ്യക്തി ഉള്ളത് ഇപ്പോൾ. ഇത് തന്നെയാണ് 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇത് മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില നേരത്ത് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ ചില മാനസിക സംഘർഷവും ആവാം കേട്ടോ. ചില സമയത്ത് ആൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആളുടെ സിറ്റുവേഷനൊന്നും. അപ്പോൾ നിങ്ങളുടെ ഇവിടെ കണ്ടോ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആ വ്യക്തിയുടെ ഒരു പാർട്ട്ണറെന്ന് ആൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. അത്രത്തോളം ഫീലിങ്സ് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് തന്നെയാണ് ആളുടെ. ആ വ്യക്തിയുടെ മനസ്സിൽ ഒറ്റൊരാൾക്കേ സ്ഥാനമുള്ളൂ, അത് നിങ്ങൾക്ക് മാത്രം എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയുണ്ട് എസ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് സ്നേഹമാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമാണ്. പക്ഷെ ആ വ്യക്തിക്ക് എപ്പം ഭയമാണ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്താലാണ് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. ഒരുപാട് ഫീലിങ്സ് ആൾക്ക് നിങ്ങളടുത്തുണ്ട് കേട്ടോ. അപ്പോൾ സാഹചര്യവശാൽ ആ വ്യക്തിയുടെ മാനസികമായിട്ടോ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ആൾക്ക് ചില നേരത്തെ ഈ വ്യക്തിക്ക് ഒരു ഫാമിലി പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം ആൾ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്. ഇതിനകത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചില നേരത്ത് നിങ്ങൾക്കോ അവർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടാകാം, അതും ഇതിനൊരു കാരണമാകാം. എന്തൊക്കെയോ തരത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് മെയിനായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നിങ്ങളെ മേലെ ഭയങ്കര പൊസസീവ്നെസ്സാണ് ഈ വ്യക്തിക്ക്. ഭയങ്കരമായിട്ട് ആൾക്ക് നിങ്ങൾ ആരുമായിട്ട് കണക്റ്റ് ആവുന്നതോ അതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. നിങ്ങളെപ്പം ആ വ്യക്തിയുടേത് മാത്രമാവണം, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. ഏത് സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് കൂടുതലും. സാഹചര്യം കൊണ്ട് ചില നേരത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് മാറിപ്പോയതോ ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇതിനകത്തുണ്ട് ആൾക്ക് ചെറുതായിട്ട്. അപ്പോൾ അതും നിങ്ങൾക്കിടയിൽ വരാം. ഫിനാൻഷ്യൽ അത് കുറച്ചൊരു 10% പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. ഒക്കെ കൊണ്ടാണ് ആൾ മാറി നിൽക്കുന്നതെങ്കിലും ആളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് കൂടുതലും. ആൾക്ക് നിങ്ങളെ നഷ്ടപ്പെടാതെ ആളുടേത് മാത്രമേ ആവണം, ആ ഒരു ചിന്തയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് ആൾക്ക് വരാൻ പറ്റാത്തതും. പക്ഷേ അവർക്ക് ഏത് സമയത്തും ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് പോലും അവരുടെ ഉള്ളിൽ നിങ്ങൾ വേണം, നിങ്ങൾ കൂടി ഉണ്ടാവണം എന്നുള്ളൊരു മൈൻഡാണ് ഉള്ളത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. പത്തനംതിട്ട ഓഗസ്റ്റ് മാസം ലെറ്റർ കെ ആണ് വന്നിരിക്കുന്നത്. എറണാകുളം ലെറ്റർ എൽ, പർപ്പിൾ കളർ. തിരുവനന്തപുരം തൃക്കേട്ട ലെറ്റർ യു ആണ് വന്നിരിക്കുന്നത്. എഫ് ആണ് വന്നിരിക്കുന്നത്, ലെറ്റർ എഫ്. തിരുവാതിര ലെറ്റർ ഇ ആണ് വന്നിരിക്കുന്നത്. ഭരണി നക്ഷത്രം ലെറ്റർ എ, ലെറ്റർ ഐ. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. ഉത്രാടം ആർട്ടിസ്റ്റ് ആയിരിക്കാം. ലെറ്റർ പി ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. ലോങ് ഹെയർ. മാർച്ച് മാസം. പൂരുരുട്ടാതി നക്ഷത്രം. റെഡ് കളർ. കോഴിക്കോട്. ഡിസംബർ മാസം. ഉത്രാടം. ഒക്ടോബർ. ലെറ്റർ എച്ച് ആണ് വന്നിരിക്കുന്നത്.
ബ്യൂട്ടീഷ്യൻ W എന്ന് കിട്ടിയിട്ടുണ്ട്. 11 നിങ്ങൾ ഈ ഒരു സമയം കാണുന്നുണ്ടാകാം. 30, 41 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്